പ്രിയപ്പെട്ടവരെ, വിവിധ ഘട്ടങ്ങളിലായി കോടികൾ ചെലവഴിച്ച് നവീകരിച്ച പുനലൂർ തൂക്കുപാലത്തിന്റെ പലകകൾ നിർമ്മിച്ചു തുടങ്ങി. പുനലൂർ തൂക്കുപാലം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഞങ്ങളുടെയൊക്കെ ഒരു അഭിമാനമായിരുന്നു പുനലൂർ തൂക്കുപാലം. ഇങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ എന്ത് ഭംഗിയാ. 10 വർഷം മുമ്പാണ് പലകകൾ മാറ്റി അറ്റകുറ്റപ്പണികൾ നടത്തിയത്. പല പലകകളും കൈകൊണ്ട് പിടിച്ചാലൊന്ന് പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലെത്തി. പുനലൂരിന്റെ ടൂറിസത്തിന്റെ മുഖമുദ്രയായ തൂക്കുപാലമാണ് മതിയായ ശ്രദ്ധയില്ലാതെ അപകടാവസ്ഥയിൽ കിടക്കുന്നത്. ടൂറിസം വകുപ്പ് മന്ത്രി അങ്ങൊന്ന് ശ്രദ്ധിക്കും. കൊല്ലത്തിൻ്റെയും പുനലൂരിൻ്റെയും മുഖമുദ്രയാണ് ഈ തൂക്കുപാലം. ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച അല്ലെങ്കിൽ നിർമ്മിച്ച ഏഷ്യയിലെ ആദ്യ തൂക്കുപാലം എന്ന സവിശേഷത കൂടി പുനലൂരിലെ ഈ തൂക്കുപാലത്തിനുണ്ട്. പൂർണ്ണമായും ഇതിൻ്റെ തടികൾ, ഇതിൻ്റെ അടിഭാഗം നടപ്പാത, അത് പൂർണ്ണമായും തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓരോ കാലഘട്ടത്തിൽ ഇത് മാറ്റുന്ന സാഹചര്യമാണുള്ളത്. ഏറ്റവും ഒടുവിൽ 2016 പുതിയ പലക ഇവിടെ അടിക്കുന്നത്. വനംവകുപ്പിൻ്റെ കൂപ്പിൽ നിന്നും പ്രത്യേക തടികൾ എത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പലക ഇവിടെ അടിക്കുന്നത്. പക്ഷേ 2016 അടിച്ച പലകളും തടികളും ദ്രവിച്ച ഒരവസ്ഥയിലാണ്. നമ്മൾ ഈ പാലത്തിൽ തന്നെ കണ്ടോ, ഈ ഭാഗമൊക്കെ ദ്രവിച്ച് ഏറെക്കുറെ പോയൊരു സാഹചര്യമാണുള്ളത്. നമുക്ക് ഒരുപക്ഷെ കൈകൊണ്ട് തന്നെ പൊട്ടിച്ചെടുക്കാവുന്ന, ഇങ്ങനെ പോരാവുന്ന ഒരവസ്ഥയാണ്. പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഈ പലകകൾ, ഈ പലകകൾ ദ്രവിച്ച് നിൽക്കുന്നൊരു സാഹചര്യമുണ്ട് പല ഭാഗത്തും. ഇവിടെ ഉൾപ്പെടെ ഇത് ദ്രവിച്ച് തകർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പെട്ടെന്നൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ല എങ്കിൽ പോലും ഈ 2016 മരപ്പലക എങ്ങനെ ഇത്രയും വർഷം കൊണ്ട് തകരുമെന്നൊരു സംശയം, ആശങ്കയൊക്കെ വരുന്നുണ്ട്. കാരണം 1 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ നടത്തി പലക ഉൾപ്പെടെ മാറ്റുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ആ പലകൾക്ക് ദ്രവിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ ഇതിൻ്റെ ഈ കമ്പികളും, ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണ്, പെയിൻ്റ് അടിച്ച് നിലനിർത്തുന്നതാണ്. പക്ഷേ ഈ കമ്പികൾക്കുള്ളിൽ, ഈ പുറത്ത് പെയിൻ്റ് ഉണ്ടെങ്കിലും ഈ കമ്പികൾക്കുള്ളിൽ പല ഭാഗത്തും വലിയ തോതിൽ തുരുമ്പുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വിനോദസഞ്ചാര സാധ്യതയുള്ളൊരു സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഈ പലകളൊക്കെ തന്നെ ദ്രവിച്ചൊക്കെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധ വേണ്ട ഒരു സ്ഥലമായിരുന്നു. പക്ഷേ വലിയൊരു അനാസ്ഥയുടെ തെളിവുകൾ ഇവിടെ ഉണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് വലിയൊരു അപകടത്തിലേക്കൊക്കെ സാധ്യതയുണ്ട്. പുനലൂർ എന്നൊരു നാടുണ്ട് എന്ന് ലോകം അറിയുന്നത് തന്നെ ഈ തൂക്കുപാലത്തിന്റെ പേരിലാണ്. എന്നാൽ തൂക്കുപാലത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാണിക്കുന്ന ഒരു അനാസ്ഥ, പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയോടുള്ള വലിയ അനാസ്ഥയാണ്. പുനലൂരുകാരെ സംബന്ധിച്ചിടത്തോളം പുനലൂരുകാർക്ക് ഒരു 10 മിനിറ്റ് ചെലവഴിക്കാൻ ഈ തൂക്കുപാലം അല്ലാതെ മറ്റൊരു സ്ഥലം ഇല്ലാത്തൊരവസ്ഥയും നമുക്കുണ്ട്. അപ്പോൾ ഈ 10 വർഷക്കാലമായി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതെ വരികയും നൂറുകണക്കിന് ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ വരികയും ചെയ്യുന്നൊരവസ്ഥയിൽ വലിയ ദുരന്തങ്ങൾക്ക് നാളെ ഒരു കാലത്ത് ചിലപ്പോൾ ഇതുമായി സാക്ഷ്യം വഹിക്കേണ്ടി വരും. തമ്പകത്തടി എന്ന് പറയുന്ന തടി ഉപയോഗിച്ചാണ് ഇത് നിർമ്മാണം പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. നിങ്ങൾ തന്നെ സൂചിപ്പിച്ചു, 2016 ഈ തമ്പകത്തടി കൃത്യമായി പാകിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 20 വർഷം ഗ്യാരണ്ടിയാണെന്നാണ് പറയുന്നത്. അതിനകത്തും വലിയ അഴിമതികൾ നടന്നിട്ടുണ്ടോ എന്നും കൃത്യമായി പരിശോധിക്കപ്പെടണം. ഏറ്റവും അടിയന്തരമായി അവരുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന ഇത്തരം നടപടിയിൽ നിന്ന് അധികാരികൾ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നൂറുകണക്കിന് ആളുകൾ വൈകുന്നേരവും മറ്റും വരുന്നൊരു ഇടമാണ്. ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ്, അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ കാര്യത്തിൽ കൃത്യമായൊരു പരിശോധന ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുണ്ടാകണം. കൊല്ലത്തുനിന്ന് വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ എ വി ജയശങ്കർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു പുനലൂരുകാരനും കൂടി ആയതുകൊണ്ട് പുനലൂർ തൂക്കുപാലം നമ്മുടെയൊക്കെ അഭിമാന സ്തംഭമാണ്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും അഭിമാനത്തോടെ പറയുന്നതാണ്. നിങ്ങൾക്കറിയോ, തെക്കേ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു തൂക്കുപാലം ഉണ്ടായത് ഞങ്ങളുടെ നാട്ടിലാണ്, പുനലൂർ തൂക്കുപാലം. ആ പുനലൂർ തൂക്കുപാലത്തെക്കുറിച്ച് നമ്മൾ അഭിമാനത്തോടു കൂടിയാണ് പറഞ്ഞിരുന്നത്. 1877 ഈ പുനലൂർ തൂക്കുപാലം ഉണ്ടാക്കുന്നത്. അന്ന് ആൽബർട്ട് ഹെൻറി എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ പണിയൊക്കെ നടക്കുന്നത്. 6 വർഷം എടുത്തു അതിൻ്റെ പണി പൂർത്തിയാക്കാൻ. അപ്പോൾ ഈ പുനലൂർ തൂക്കുപാലത്തിൻ്റെ പ്രത്യേകത, അധികം തൂങ്ങിക്കിടക്കുകയാണല്ലോ കല്ലട ആറ്റിന് കുറുകെ കൂടെ, അതിലൂടെ ഇങ്ങനെ നടന്നു വരും. പക്ഷേ പണി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ 1877 നാട്ടുകാരുണ്ടല്ലോ, അവർക്ക് സംശയം, ഈ പാലത്തിൽ കയറിയ വീഴാൻ സാധ്യതയുണ്ടോ? അങ്ങനെ പുനലൂരുകാർ ആദ്യം എന്ത് ചെയ്തില്ല, ഈ പാലത്തിൽ കയറി നടക്കാൻ അവർ താല്പര്യം കാണിച്ചില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ആൽബർട്ട് ഹെൻറി എന്ന എഞ്ചിനീയറുടെ കുടുംബവും കൂടി എന്ത് ചെയ്തെന്നറിയോ, അവർ നടന്നില്ല, അവർ കല്ലട ആറ്റിന് കുറുകെ കൂടി ബോട്ടിൽ സഞ്ചരിച്ചു. എന്നിട്ട് തലയ്ക്ക് മുകളിലുള്ള പാലത്തിലൂടെ 6 ആനകളെ കടത്തിവിട്ടു. ആനകൾ നടന്നു. അന്ന് ആനകൾ നടന്ന് ശക്തി തെളിയിച്ച പാലമാണ് ഇപ്പോൾ ദ്രവിച്ച് പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ടൂറിസം വകുപ്പ് മന്ത്രി PC വിശ്വനാഥ് ഒരു പ്രത്യേക ശ്രദ്ധ അതിൽ കൊടുക്കണം. കുണ്ടറയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്നതാണ്, മണ്ഡലം വേറെയാണ്, അത് പുനലൂർ മണ്ഡലമാണ്. എങ്കിൽ പോലും അത് നമ്മുടെയൊക്കെ അഭിമാന സ്തംഭമാണ്. തെക്കേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഹാങ്ങിങ് ബ്രിഡ്ജ്. അവിടെ ചെറിയ പൂന്തോട്ടമൊക്കെ വെച്ച് ചെറിയ കച്ചവടമൊക്കെ നടത്തിയിരുന്നെങ്കിലുണ്ടല്ലോ, എന്ത് മനോഹരമായ കാര്യമാണ്. ആൾക്കാരൊക്കെ നടന്നു പോകുന്നു, നല്ല മനോഹരമായി. ഇപ്പോൾ മാനവീയം വീഥി എന്നൊക്കെ പറയുന്നത് പോലെ തൂക്കുപാലം ഒരു സാംസ്കാരിക കേന്ദ്രമായി തന്നെ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. അത്ര മനോഹരമായ സ്ഥലമാണ്.